ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥായിയായിട്ട് ഭാവം വേണം അഭിനയത്തിന്. ആര് ആരോട് എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തത ഓഡിയൻസിന് കൊടുക്കണം നമ്മൾ. അല്ലാതെ മോഹിനിയാട്ടം കളിച്ചിട്ടൊന്നും മറ്റത് പെട്ടപ്പെട്ടാന്ന് കളിച്ചങ്ങ് പോകണമല്ലേ ഭരതനാട്യം. അതിനകത്തും അഭിനയത്തിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഭരതനാട്യത്തിലുണ്ട്, ഓരോ കഥകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സംശയം നവ്യക്ക് തീർന്നോ? അതെ, ഇനി സംശയം നല്ല ടീച്ചറെ ഒരു ഇനി നൃത്തം അല്ല, നൃത്തം കഴിഞ്ഞിട്ട് നമ്മൾ നൃത്തത്തിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ ജാൽറ, നട്ടുവാങ്കം ടീച്ചർ ഉപയോഗിക്കില്ല. ടീച്ചർ തന്നെ പല സ്റ്റേജിലും കുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശ്രുതി ഉള്ളതുണ്ട്, ശ്രുതി ഇല്ലാത്തതുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കുറച്ചും കൂടെ പറഞ്ഞു തരാൻ ടീച്ചറിനെ കഴിയുമെന്ന് എനിക്കറിയാം. ജാൽറ, അതെ, നട്ടുവാങ്കം ഇങ്ങനെ തട്ടുന്ന ഞങ്ങൾ ഗുരുക്കന്മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ആയിരിക്കും വീണ, ഫ്ലൂട്ട്, മൃദംഗം, വയലിൻ, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അതല്ല, ഗുരുക്കന്മാർ ചെയ്യുന്ന ഈ ഒരു സാധനമാണ് നട്ടുവാങ്കം. ഇത് ശ്രുതിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ ശ്രുതിയിലുണ്ട്. അത് കേരളത്തിൽ കിട്ടുന്ന കാര്യം വളരെ അപൂർവമാണ്. അത് ചെന്നൈയിലൊക്കെ ചെന്നാൽ ശ്രുതി നോക്കി എടുക്കാനും കൂടി അറിയുന്ന ആയിരിക്കണം പോകാൻ. അത് കൂടുതലും പാട്ടുകാരോ മൃദംഗക്കാരൊക്കെ കൂടെ ഉണ്ടായിരുന്നാൽ അത് കറക്റ്റ്. എൻ്റെ നട്ടുവാങ്ക് ശ്രുതിയിലുള്ള എനിക്കത് നോക്കിയെടുക്കാൻ അറിയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ശ്രുതി 5 കട്ട 5.5 കട്ടയൊക്കെ ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 5 കട്ടയ്ക്ക് 5.5 കട്ടയ്ക്ക് കറക്റ്റ് ആപ്റ്റാണ് എൻ്റെ നട്ടുവാങ്കം. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എടുക്കുമ്പോൾ. അപ്പോൾ അത് ശ്രുതിയിൽ തന്നെ വേണമെന്നാണ് എൻ്റെ പക്ഷം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഒരു അപശ്രുതിയിൽ തട്ടുന്ന ടീച്ചർമാർ. ഈ തട്ടുന്ന സാധനം ശ്രുതിയില്ലാതെ തട്ടുക. ശ്രുതി ഉണ്ട് അതിന്, അത് നോക്കിയെടുക്കാനായിട്ട് അറിയണം. അപ്പോൾ നമ്മൾ പക്കമേളക്കാരെല്ലാവരും ഇരിക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്നിട്ട് അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി കളിക്കുന്നു, ഓർക്കസ്ട്ര റണ്ണിങ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും കൂടെ തട്ടുമ്പോൾ അതിൽ ഒരേ ലയിച്ച് കിടക്കും ഇങ്ങനെ, മനസ്സിലായേ? അപ്പോൾ നവ്യനെ സമ്മതിക്കണം. അതായത് നവ്യ ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിലും നട്ടുവാങ്കം ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അടുത്ത ചോദ്യം വരട്ടെ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇല്ല. ഇനി ഉള്ളത് പാട്ടുകളെ പറ്റി, നൃത്തത്തിൽ ഉപയോഗിക്കുന്ന പാട്ടുകളെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോ ഒരു പാട്ട് തന്നെ, ഇപ്പം കൃഷ്ണ നീ ബേഗനെ പോലത്തെ ഉള്ള പാട്ടുകളൊക്കെ നമ്മള് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി മൂന്നും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഭരതനാട്യം മാത്രമായിട്ട് യൂസ് ചെയ്യത്തില്ല, ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ 3 ആർട്ട് ഫോമിലും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ടീച്ചറിന് അഭിപ്രായം എന്താ? തെറ്റാണോ ശരിയാണോ, എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? അതായത് 100% തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് മോഹിനിയാട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഹാരാജ സ്വാതി തിരുനാൾ, പിന്നെ അതേപോലെ ഇരയമ്മൻ തമ്പി, ഇവരൊക്കെ എഴുതിയിട്ടുള്ള കൃതികളാണ് ഞങ്ങളൊക്കെ അധികം എടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ പല ബുക്സുകളുണ്ട് പാട്ടിൻ്റെ, പലരും എഴുതിയിട്ടുണ്ട്. സ്വാതി തിരുനാളിന് ശേഷം അതിൽ നിന്ന് കോപ്പി ചെയ്ത് എഴുതിയിട്ട് ബുക്കുകൾ ഇറക്കുന്നവരുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ. അതിനകത്ത് അന്നമാചാര്യ, പുരന്ദരദാസ്, ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ എല്ലാ പേരും ഓർമ്മയില്ല, നോക്കുമ്പോഴേ ഓർമ്മ വരുള്ളൂ. ഇവരുടെ പാട്ടുകൾ പലതും ഈ 3 സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോമിലെല്ലാം വരുന്നുണ്ട്. എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലാസ്യമായിട്ട് ചെയ്യുന്ന ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. മോഹിനിയാട്ടത്തിലെടുക്കുമ്പോൾ ആ പാട്ട് അതേപോലെ ഭരതനാട്യം കുറച്ച് ചടുലതയാവാം, കുഴപ്പമില്ല. ഉദാഹരണത്തിന് മറ്റേ നമ്മുടെ ഈ പാട്ടില്ലേ, എന്താ പറയുക, സുമസായക വീചുര അവമാതവ സുതതി അതിഥീന സുമസായക. ഈ താളത്തിനെ ഈ സ്പീഡിലെ മോഹിനിയാട്ടം കളിക്കുള്ളൂ. സുമസായക വീതുര അവമാ
തളങ്കു തകത്തിക്കു തക തത്തിക്കിട്ട തോം താം തച്ചം തക്കിട്ട ജം. കളിച്ചൂടെ? പക്ഷെ എന്ത് ചെയ്യണം, ഒരു പൊടിക്ക് സ്പീഡാക്കുക. അപ്പം ഇത് കുച്ചിപ്പുടിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. അവരിങ്ങനത്തെ പാട്ടൊക്കെ എടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ വേറെ ചില പാട്ടുകൾ മൂന്നിലും എടുക്കണോണ്ട് വിരോധമൊന്നുമില്ല.